ഈ പോത്തുംതിരാവകയിലും ബലാരിഷ്ടായാലും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ പഴമക്കാരൊക്കെ ഈ മഴ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പതിവായിട്ട് അങ്ങോട്ട് കഴിക്കാറില്ലേ. ഇത് കഴിക്കേണ്ടത് എന്തുകൊണ്ടാണെന്നും എന്തിനാണെന്നും ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്നും വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഇത് കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണോ നിങ്ങളുടെ രോഗാവസ്ഥകൾക്ക് അനുസരിച്ച് ഉപയോഗിക്കേണ്ട മരുന്നുകൾ, അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ വേറെ എന്തൊക്കെയാണ് ചേർത്ത് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, സംഗതി ശരിയാണ്. പക്ഷെ എന്നാലും ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില അവസ്ഥകളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ മഴക്കാലമായാലും ഇതിന് ഈ ആവശ്യകത കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൂടുമ്പോൾ തണുപ്പ് കൂടും, തണുപ്പ് കൂടുമ്പോൾ വാദം കൂടും, വാദം കൂടുമ്പോൾ വേദനകളൊക്കെ കൂടും. കൈകാൽ കഴപ്പ്, നീര്, തരിപ്പ്, വേദന, മടക്കാൻ നിർത്താൻ പ്രയാസം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് രക്തവാത രോഗികളോ വാദസംബന്ധമായ രോഗാവസ്ഥകളോ ഉള്ളവരാണെങ്കിൽ പറയും വേണ്ട. സന്ധിഗതവാദ രോഗികൾക്കാണ് ഇത് കൂടുതലായിട്ടും പ്രയോജനപ്പെടുക. അതായത് നിങ്ങൾ ഈ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ അതിൽ ചില ഡീജനറേറ്റീവ് ചേഞ്ചസ്, എല്ല് തേയ്മാനം, മുട്ട് തേയ്മാനം എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ചില MRI സ്കാനിൽ ചില വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞതെല്ലാം തന്നെ സന്ധിഗതവാദ രോഗങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളാണല്ലോ. ഇവിടെ നമുക്ക് ഇത് വളരെ ഫലപ്രദമാണ്. അതുകൊണ്ടാണല്ലോ ഇത് മലയാളികൾ പതിവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബലാരിഷ്ടവും വേണം, മാഹിഷ ദ്രാവകം എന്ന് വിളിക്കുന്ന പോത്തും ദ്രാവകം വേണം. ഇത് രണ്ടും തുല്യ അളവിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. 450 ml ബോട്ടിലുകളായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. പ്രമുഖ കമ്പനികളെല്ലാം തന്നെ ഇത് നിർമ്മിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് വേണമെങ്കിൽ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. 450 ml ബലാരിഷ്ടവും 450 ml പോത്തും ദ്രാവകവും മാഹിഷ ദ്രാവകം എന്നും പറയട്ടോ. ഇത് രണ്ടും കൂടെ തുല്യ അളവിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുപ്പി കുലുക്കിയെടുത്ത് ഒരു 30 മില്ലി കാലത്ത് ഭക്ഷണം കഴിഞ്ഞിട്ടും രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ടും പതിവായിട്ട് കഴിക്കാറുണ്ട്. ഇനിയിപ്പോ ഇത് രണ്ടും ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചില്ലെങ്കിലും രണ്ടെന്നും 15 മില്ലി വീതം എടുത്തും കഴിക്കാറുണ്ട്. ഇനി അതിന്റെ കൂടെ നിങ്ങളുടെ രോഗാവസ്ഥകൾക്ക് അനുസരിച്ച് പലതരത്തിലുള്ള മേമ്പടികൾ, ഗുളികകളോ കഷായങ്ങളോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് പറയാറുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് വേണ്ടത്, ഏത് അളവിലൊക്കെയാണ് വേണ്ടതെന്ന് നിശ്ചയിക്കാനാണ് ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അസിഡിറ്റി ആവാം, പ്രമേഹമാവാം, തരിപ്പാവാം, കഴപ്പാവാം, നടുവേദനയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രക്തവാത സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം, തലവേദനയായിരിക്കാം, തൈറോയിഡ് ആയിരിക്കാം, BP ആയിരിക്കാം, കൊളസ്ട്രോൾ ആയിരിക്കാം. ഇതിനൊക്കെ അനുസരിച്ച് ഇതിന്റെ കൂടെ മറ്റു മരുന്നുകൾ മാറ്റിയും ചേർത്തും ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കാനായിട്ട് ഒരു ആയുർവേദ ഡോക്ടർക്ക് സാധിക്കും. ഈ ബലാരിഷ്ടത്തിന്റെ പ്രാധാന്യം എടുത്ത് പറയുകയാണെങ്കിൽ ബലാരിഷ്ടത്തിൽ പ്രധാനമായിട്ട് ചേരുന്നത് അമുക്കുരവും കുറുന്തോട്ടിയുമാണ്. ഇത് കഷായം വെച്ച് മറ്റു പൊടിമരുന്നുകളും ചേർത്ത് ഒരു മാസത്തോളം കെട്ടിവെക്കുകയാണ്. അപ്പൊ അത് പുളിപ്പിക്കാനായിട്ട് അതിൽ താതിരിപ്പൂവും മറ്റു മേൽമരുന്നുകളും പൊടിമരുന്നുകളും ഒക്കെ ചേർക്കും. അങ്ങനെ ഏകദേശം ഒരു മാസം കെട്ടിവെച്ചതിന് ശേഷം മരിച്ചെടുത്തിട്ടാണ് ഈ ബലാരിഷ്ടം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാന ചേരുവ എന്ന് പറയുന്നത് അമുക്കുരവും അതുപോലെ തന്നെ കുറുന്തോട്ടിയും. ഇത് രണ്ടും വാദത്തിനെ ശമിപ്പിക്കുന്ന സംഗതിയാണ്. കുറുന്തോട്ടി എന്ന് പറയുമ്പോൾ ബല എന്നാണ് ഇതിന്റെ സംസ്കൃതം പേര്. അതുകൊണ്ടാണ് ഇതിന് ഈ ബലാരിഷ്ടം എന്ന് പേര് വന്നിട്ടുള്ളത്. വാദത്തിന് കുറുന്തോട്ടി ഫേമസ് ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. കുറുന്തോട്ടിക്കും വാദം പിടിച്ചോ എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പൊ വാദം വർദ്ധിച്ചുണ്ടാവുന്ന എല്ലാ രോഗാവസ്ഥകളിലും വിശേഷമായിട്ടുള്ളൊരു ഔഷധമാണ് കുറുന്തോട്ടി. അത് ഏറ്റവും കൂടുതലായിട്ട് ചേരുന്നത് ബലാരിഷ്ടത്തിലാണെന്ന് പറയാം. ഒപ്പം തന്നെ അമുക്കുരത്തിനും വാദത്തിനെ ശമിപ്പിക്കുന്ന ഗുണങ്ങളുണ്ട്. ഒപ്പം തന്നെ സ്നിഗ്ധത, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സ്നിഗ്ധത ലഭിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട് അമുക്കുരം ചേർക്കുമ്പോൾ. പ്രത്യേകിച്ച് ഈ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ ഉള്ള അവസ്ഥകളാണെങ്കിൽ അമുക്കുരം കൂടെ ഉള്ളത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന തരിപ്പും വേദനയും കഴപ്പും മടക്കാൻ നിർത്താനുള്ള പ്രയാസവും രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേക്കാനുള്ള പ്രയാസം, ഉപ്പൂറ്റി നിലത്ത് കുത്താനുള്ള പ്രയാസം, ഈ പറഞ്ഞതെല്ലാം തന്നെ വാദം വർദ്ധിച്ചിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അതിപ്പോ നിങ്ങൾ ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എക്സ്റേ എടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, MRI എടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇത് ഏതായാലും വാദത്തിന് അവിടെ ശമിപ്പിക്കണം. വാദം ശമിപ്പിക്കണമെങ്കിൽ തണുപ്പ് കുറയണം. ഈ മഴക്കാലത്ത് തണുപ്പ് കൂടിയിരിക്കുമ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കൂടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന് ചൂട് കിട്ടുന്നതിനും സ്നിഗ്ധത കിട്ടുന്നതിനും തേയ്മാനം കുറയ്ക്കുന്നതിനും രൂക്ഷത കുറയ്ക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ പോത്തും ദ്രാവകവും ബലാരിഷ്ടവും കഴിക്കുന്നത്. ഇനി മാഹിഷ ദ്രാവകം തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞാലേ, മാഹിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത്, ഇതിന്റെ എല്ലും പോത്തിന്റെ കാലൊക്കെ സൂപ്പ് വെച്ച് കുടിക്കാറുണ്ട് ഈ സമയത്ത്, അല്ലേ? പതിവല്ലേ? പലർക്കും അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ദുസ്വാദ്, അതിന്റെ സ്മെല്ല്, ഇത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, ഇത്തരം പല പ്രശ്നങ്ങൾ. അപ്പൊ ഈ പോത്തും കാലൊക്കെ ഇട്ട് വാറ്റിയെടുക്കുന്നതാണ് മാഹിഷ ദ്രാവകം അല്ലെങ്കിൽ പോത്തും ദ്രാവകം. ഇത് വെറും പോത്തിന്റെ കാല് മാത്രമല്ല കേട്ടോ, പോത്തിന്റെ എല്ലുകളും ഒപ്പം തന്നെ മഹാരാസനാദി കഷായത്തിലെ മരുന്നുകളും ചേർത്താണ് വാറ്റിയെടുക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ആയുർവേദ ഔഷധങ്ങൾക്ക് ഓരോരോ വൈദ്യന്മാരുടെ യുക്തിക്ക് അനുസരിച്ച് മാറ്റി ഉപയോഗിക്കാറുണ്ട്. പൊതുവെ മഹാരാസനാദി കഷായത്തിലെ മരുന്നുകളും ഇതിൽ ചേർക്കാറുണ്ട്. മഹാരാസനാദി കഷായത്തിലെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ അതിൽ ചിത്തിരത്തയുണ്ട്, ആവണക്കുമരുണ്ട്, അമൃതുണ്ട്, കരിങ്കുറിഞ്ഞിണ്ട്, കുറുന്തോട്ടിയുണ്ട്, ഇനിയും ഒട്ടനവധി മരുന്നുകളുണ്ട്. ഇതൊക്കെ തന്നെ വാദത്തിനെ ശമിപ്പിക്കുന്നതിനാണ്. വാദത്തെ ശമിപ്പിക്കുന്ന സ്വഭാവമുള്ള ഈ മരുന്നുകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന മാഹിഷദ്രാവവും ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ബലാരിഷ്ടം, ഇത് രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എളുപ്പം ദഹിക്കുന്നതിനും അത് ശരീരത്തിലേക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നതിനും സഹായകരമാകുന്നു. കാരണം ഈ അരിഷ്ടവും അതുപോലെ തന്നെ വാറ്റിയെടുക്കുന്ന പോത്തും ദ്രാവകവും പെട്ടെന്ന് ദഹിച്ചോളും. ഈ വാദസംബന്ധമായ രോഗങ്ങളുള്ളവർക്കെല്ലാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ദഹനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അത്തരക്കാർക്ക് ഇത് കൂടുതലായിട്ട് ഫലപ്രദമാവുന്നത്. പിന്നെ കഴിക്കാനും സൗകര്യമാണല്ലോ. അതായത് കഷായം കഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മടിയാണ്, കയപ്പൊക്കെ ആയിരിക്കും. അതുപോലെ ഈ പോത്തും കാലൊക്കെ സൂപ്പ് വെച്ച് കഴിക്കാൻ പറഞ്ഞാലും മടിയാണ്. കാരണം ഇതിന്റെ ദുസ്വാദ്, അതിന്റെ സ്മെല്ല് ഒക്കെ പറ്റാത്തവരുണ്ട് ഒരുപാട് പേര്. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ പോത്തും കാലൊക്കെ സൂപ്പ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഭീതി ഉള്ളത് കൊണ്ട് ഈ വാറ്റിയെടുക്കുന്നതാവുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല.
ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുകയാണ്. അതിനാണ് പോത്തിൻ ദ്രാവകം എന്ന് വിളിക്കുന്നത്. ഈ രൂപത്തിലാവുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നിറവും ഇല്ല, മണവും ഇല്ല, ഗുണം മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ബലാരിഷ്ടം കൂടെ ചേർത്ത് കഴിക്കുന്നു. ഏകദേശം 30 മില്ലിയാണ് വേണ്ടത്. ഭക്ഷണശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാലത്ത് ഭക്ഷണശേഷവും കഴിക്കാം, രാത്രി ഭക്ഷണശേഷവും കഴിക്കാം. കഴിക്കുമ്പോൾ പതിവായിട്ട് 2-3 ആഴ്ചയെങ്കിലും കഴിച്ചിരിക്കണം. എന്നാലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ മൺസൂൺ കാലത്ത്, ഈ കർക്കിടക മാസത്തിലൊക്കെ പ്രത്യേകിച്ച് പതിവായിട്ട് കഴിക്കുന്ന പതിവാണ്. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കനക്കുമ്പോഴാണ് ഈ വേദനകളൊക്കെ കൂടുന്നത്. അപ്പൊ ആ സമയത്താണ് ഇതിന് പുറകെ ഈ ബലാരിഷ്ടത്തിനും പോത്തിൻ ദ്രാവകത്തിനും പുറകെ കൂടുതൽ പേര് നടക്കുന്നത്. 30 മില്ലി കഴിക്കാന്ന് ഞാൻ പൊതുവെ ഒരു കണക്ക് പറഞ്ഞെന്നുള്ളൂ. ഇത് ഓരോരുത്തരുടെ ദഹനശക്തിക്കും ദേഹപ്രകൃതിക്കും അനുസരിച്ച് ഡോസ് കുറയ്ക്കാറുണ്ട്, കൂട്ടാറുണ്ട്. അതൊക്കെ നിശ്ചയിക്കാനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുമ്പോൾ നിശ്ചയിച്ചോളൂ. ഒപ്പം തന്നെ ഇതിന്റെ കൂടെ നിശ്ചയിക്കേണ്ടതായ മരുന്നുകളും വേണ്ടി വരും. കാരണം പുറമെ പുരട്ടാനുള്ള തൈലങ്ങൾ വേണ്ടി വരാം. നിങ്ങളുടെ ശരീരം കാണിക്കുന്ന മറ്റ് രോഗാവസ്ഥകൾക്ക് അനുസരിച്ച് വേണ്ടതായ ഔഷധങ്ങൾ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ഫലപ്രദമായിരിക്കും. അതല്ലാതെ ഇത് മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ രോഗാവസ്ഥകളും പൂർണ്ണമായിട്ട് മാറിപ്പോകുന്ന അവകാശപ്പെടുന്നില്ല. ഇത്തരം അവസ്ഥകളിലൊക്കെ പൊതുവെ ഒരു ജനറൽ ടോണിക് പോലെ കേരളത്തിലെ പഴമക്കാർ ഉപയോഗിച്ചു വരാറുണ്ട്. അത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇത് നിങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചിട്ട് പോത്തിൻ ദ്രാവകം കഴിക്കുന്നത് നല്ലതാണോ, ബലാരിഷ്ടം കഴിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇത്രയും ഗുണമുള്ള സംഗതി തീരെ പൊട്ടയെന്ന് എങ്ങനെ പറയാ? നല്ലതാന്ന് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഇതാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. പിന്നെ വേറെ ചിലർക്ക് ഇത് കഴിച്ചാൽ, ബലാരിഷ്ടം കഴിച്ചാൽ, പോത്തിൻ ദ്രാവകം കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ടോ, ലിവറിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്ന ചിലരില്ലേ. ചിലരെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങൾ ഇത് കഴിക്കരുത് കേട്ടോ. നിങ്ങളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റിറോയിഡുകൾ, പെയിൻ കില്ലറുകൾ, ആന്റിബയോട്ടിക്കുകൾ, മൾട്ടിവിറ്റമിനുകൾ മാത്രം കഴിച്ചാൽ മതി. ഇതിന്റെ ആവശ്യമില്ല. ഈ പോത്തിൻ ദ്രാവകത്തിന്റെ പ്രാധാന്യം എന്താ വെച്ചാല് ഈ വാദസംബന്ധമായ രോഗാവസ്ഥകൾ നമുക്ക് മസിലുകൾക്ക്, പേശികൾക്കും നാഡികൾക്കും ഒക്കെ ബലക്കുറവ് അനുഭവപ്പെടാം. അതുപോലെ മസിൽ ടോണ് കുറഞ്ഞു വരുന്നു, എല്ല് തേയ്മാനം ഉണ്ടാവുന്നു. ഇതിനൊക്കെ ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് വാദം വർദ്ധിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ ഫ്ലൂയിഡുകൾ കുറയുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പൊ ഇതിനെല്ലാം തന്നെ ഈ പോത്തിൻ ദ്രാവകം, മാഹിഷം, പോത്ത് ഇത് ചൂടാണ്, കൊഴുപ്പേറിയതാണ്. അപ്പൊ നമുക്ക് ശരീരത്തിന് വേണ്ടതായ ഉഷ്ണം, ചൂട് ലഭിക്കും. ഒപ്പം തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സ്നിഗ്ധാംശവും ലഭിക്കും. അപ്പൊ അതുവഴി വാദത്തെ നിയന്ത്രിച്ചേർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ചേരുന്ന മരുന്നുകൾ മഹാരാസനാദി കഷായത്തിന്റെ മരുന്നുകളൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഈ ബലാരിഷ്ടം. ഇതും വാദദോഷത്തെ ശമിപ്പിക്കുന്നു, നാഡീഞരമ്പുകൾക്ക് ശക്തി പകരുന്നു, ജോയിന്റ്സിനൊക്കെ ശക്തി കിട്ടുന്നു. ആ വേദനയും തരിപ്പും എല്ല് തേയ്മാനവും ഒക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു ജനറൽ വൈറ്റാലിറ്റി, ഈ പറഞ്ഞ നാഡീഞരമ്പുകൾക്കും ഹെൽത്ത് ഇംപ്രൂവിംഗ്, മസിൽ ടോണൊക്കെ കൂട്ടുക, വാദസംബന്ധമായ രോഗങ്ങൾക്കും ശമനം ലഭിക്കുക. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോത്തിൻ ദ്രാവകവും ബലാരിഷ്ടവും കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ബലാരിഷ്ടമൊക്കെ തയ്യാറാക്കുന്നത് ഇതിൽ താതിരിപ്പൂവൊക്കെ ചേർത്ത് പുളിപ്പിച്ചെടുത്താണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ മധുരം ധാരാളമായിട്ടുണ്ട്. ശർക്കരയും താതിരിപ്പൂവും ചേർത്ത് പുളിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് അസിഡിറ്റി ഉള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി വർദ്ധിക്കാനായിട്ട് ഇടവരും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പ്രമേഹമൊക്കെ ഉള്ളവരാണെങ്കിൽ 40% ശർക്കര ചേരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് മധുരം ധാരാളം ഉള്ളത് കൊണ്ട് പ്രമേഹവും അധികരിക്കാനായിട്ട് ഇടവരും. അപ്പൊ അതുകൊണ്ട് അമിതമായിട്ട് പ്രമേഹവും അതല്ലെങ്കിൽ അസിഡിറ്റി, നെഞ്ചരിച്ചില്, പുളിച്ചുകെട്ടിൽ ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഈ ബലാരിഷ്ടവും പോത്തുൻ ദ്രാവകവും ചേർത്ത് കഴിക്കാതിരിക്കുകയാണ് ഉചിതം. പൊതുവെ അരിഷ്ടങ്ങളെല്ലാം തന്നെ ഇത്തരക്കാർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് പലരും ഈ പോത്തുൻ ദ്രാവകവും ബലാരിഷ്ടവും ഒക്കെ ചേർത്ത് ഈ സമയത്ത് കഴിക്കാറുണ്ട്. കർക്കിടക ചികിത്സയെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.